അപ്പൊ നമ്മള് ഇന്ന് വീഡിയോയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ എന്തോ ഫ്രോഡാണ്. ഇപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിക്കാം. കുറെ പേര് ഇന്നപോലെ കമന്റ് ചെയ്യുകയും അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫേസ്ബുക്കില് അങ്ങനെ നമ്മളൊന്നും നോക്കാറില്ല, കമന്റ്സ് ഒന്നും വലുതായിട്ട് നോക്കാറില്ല. ഞാൻ എന്തെങ്കിലും അഥവാ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമന്റ്സിന് റിപ്ലൈ കൊടുക്കാം. ചിലതൊക്കെ കാണാറുള്ളൂ. അങ്ങനെ നമുക്ക് പൊതുവെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഫേസ്ബുക്ക് നമ്മൾ അങ്ങനെ അധികം അങ്ങനെ ചെക്ക് ചെയ്യാറോ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഈയിടെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നോലെ കാണുന്നത്, ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇരിക്കാൻ പറ്റുന്ന. ഫോട്ടോ ആണ് നമ്മുടെ ഇവിടെ ഗെയിം ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത് വീഡിയോ. അപ്പം അതിനകത്ത് ഗെയിം ചലഞ്ചിനകത്ത് ഇവൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചമ്പരം മണഞ്ഞിരിക്കാന്നല്ലേ പറയുന്നത്. ചമ്പരം മണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തേ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അല്ലാണ്ട് എനിക്ക് ചുമ്മാ കൈവിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് വീഡിയോ കാണുമ്പോൾ ത്രൂ ഔട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് നെഞ്ചിന് താഴോട്ടായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല. എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയെങ്കിലും പിടിച്ചോ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരുന്നു. അതെ, പറയേണ്ട കാര്യമില്ല. അതെ, കുറെ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു സംഭവമായിപ്പോയി. എനിക്ക് കള്ളത്തരം പറഞ്ഞോണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തുവാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിന് എനിക്കൊന്ന് കൂടുതൽ അറിയാൻ പറ്റും. ഇത് റിയാക്ഷൻ, ഇത് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു കമന്റ്സിന്റെ കാര്യം ഞാൻ കാണുന്നത് തന്നെ ഇതിനകത്തൊരു റിയാക്ഷൻ വീഡിയോ ഫേസ്ബുക്കിനകത്ത് ഇട്ടത് ഇങ്ങനെ നോക്കിയപ്പോഴാണ്. ഇതേപോലെ എനിക്ക് 2-3 പേര് അയച്ചു തന്നു, ഇതൊന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ഇത് കണ്ടത്. അതുപോലെ തന്നെ ഇപ്പോ എൻ്റെ കൂടെ ഞാൻ വെല്ലൂർ CMC-യിൽ എന്താ ട്രീറ്റ്മെന്റിന് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അരുൺ എന്ന പേര്. അപ്പൊ അവൻ എൻ്റെ സെയിം ഇഞ്ചുറിയാ, D3 D4 ലെവൽ ഇഞ്ചുറിയാ അവന്. പക്ഷെ ഇപ്പൊ പയ്യെ നടക്കാൻ പറ്റുന്നുണ്ട്, അവന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഒരു ഇഞ്ചുറിയുടെ ലെവൽ അനുസരിച്ചും അങ്ങനെയൊക്കെ അതിന് ഇതേപോലെ ഫസ്റ്റ് തൊട്ടേ പെയിൻ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അവന് പെയിൻ ഒക്കെ അറിയാം, എനിക്കൊന്നും അറിയുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ റിപ്പോർട്ടും എൻ്റെ MRI-യും എൻ്റെ എക്സ്റേയും, എനിക്ക് പെൽവിക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എനിക്ക് സ്കാപ്പുല ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് പറയുന്നുണ്ട് കുറെ ബെറ്റർ ആയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത്രത്തോളം ആയത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. എല്ലാരും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഇത് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പറയാനേ നോക്കത്തുള്ളൂ. കാര്യം എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അതല്ലേ സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടവരല്ല. അതെ, ഇങ്ങനെ ജീവിക്കാൻ ആരും സ്വപ്നം കാണത്തുമില്ലല്ലോ. പിന്നെ അതുകൊണ്ട് നമ്മളത് മറച്ചു വെച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങളോടൊക്കെ ആയിരിക്കും. കാര്യം ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നടക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു എല്ലാം മാറിയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടണേ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണം പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഓരോ ദിവസം എണ്ണിക്കുന്നത് തന്നെ. കമന്റ്സിന്റെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിക്കാം, അല്ലാണ്ട് കാണിക്കാം. അല്ല, കമന്റ്സ് എന്തൊക്കെയാണ് ഒന്ന് വായിച്ചേക്കാം. ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതിന്റെ ഉള്ള മറുപടിയാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ ചമ്രം പൂട്ടിയിരുന്നാണ് ചില നേരത്ത് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആഹാരം പ്ലേറ്റ് എടുത്ത് കയ്യിലിങ്ങനെ ഒന്നെങ്കിൽ വീൽ ചെയറിലാണ് ഞാൻ മടി വെച്ചിട്ട് ഞാൻ കഴിക്കും. അഥവാ കട്ടിലും എല്ലാം ചമ്രം അല്ലെങ്കിൽ കൈ എന്റെ മുട്ടി വല്ലതും പിടിച്ചിട്ടായിരിക്കും ഞാൻ ഇരുന്ന് കഴിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടപ്പം എന്നോട് എന്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇത് പണ്ടത്തെ ഫോട്ടോ ആകുമ്പോ നല്ലൊരു. അപ്പൊ എനിക്ക് തോന്നി അവൻ അങ്ങനെ ഇരുന്ന് കണ്ടോണ്ടാണ്. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നമ്മൾ രണ്ടിലും ഇങ്ങനെ ഭിത്തിയില്ല, അവിടുത്തെ വീട്ടിൽ വെച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റും. അതിരിക്കാൻ പറ്റും, ഭിത്തി ചാരിയല്ലേ, സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സപ്പോർട്ട് വേണമെന്നേ ഉള്ളൂ. സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ട്രങ്കിന്റെ അങ്ങോട്ടൊന്നും സപ്പോർട്ടൊന്നും ഇല്ല. അപ്പൊ ട്രങ്കിന്റെ അങ്ങോട്ട് സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഇപ്പൊ യൂറിന്റെ കാര്യത്തിലാണെങ്കിലും മോഷന്റെ കാര്യത്തിലാണെങ്കിലും. അതുപോലെ ട്യൂബാണ്, ICC എന്ന് പറയും, അതാണ് മൂത്രം ഒഴിക്കാൻ വേണ്ടി. ഞാൻ യൂറിൻ പാസ് ചെയ്യുന്നത് ഞാൻ മറ്റേ കത്തീറ്റർ ഞാൻ ഇട്ടിട്ട്
യൂറിൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊണ്ട് കത്തീഡ്രൽ കളയുവാണ്. അതായത് അങ്ങനെ 4 മണിക്കൂർ ഈ സാധാരണ ട്യൂബ് ഇടുന്നതിനെ പോലെ തന്നെ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് അല്ലാണ്ട് മൂത്രം എടുത്ത് കൊണ്ട് കളയാൻ പറ്റും. അതാണ്, ഇട്ടോണ്ട് നമുക്ക് ഇരിക്കേണ്ടി വരത്തില്ല. അങ്ങനെയാണ് 4 മണിക്കൂർ. അത് മാത്രമല്ല അതിന്റെ എല്ലാവരും പറയും നന്നായിട്ട് വെള്ളം കുടിക്കണം. എനിക്കാണ് അധികം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഒരു ഒരു ദിവസം ദിവസം 1.5 ലിറ്റർ വെള്ളം 1.5 കുടിക്കാൻ ലിറ്റർ പറ്റും. മാക്സിമം 2 ലിറ്റർ ഒക്കെ കുടിക്കുവാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് കത്തീഡ്രൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുറെ പ്രശ്നങ്ങൾ അതിൻ്റെതായിട്ടുള്ള പരമായിട്ടുള്ളതുണ്ട്. എപ്പോഴും ട്യൂബ് ഇടുന്നോണ്ട് മിക്കപ്പോഴും ഒരു യൂറിൻ ഇൻഫെക്ഷൻ ഉറപ്പാ. എപ്പോഴെന്നല്ല, നമ്മള് ക്ലീൻ ആയിട്ടൊക്കെയാ ചെയ്യുന്നത്, എന്നാലും ഇടയ്ക്ക് വരും. അത് അങ്ങനെ സ്വാഭാവികമായിട്ട് വരും. മോഷൻ ആണെങ്കിലും സപ്പോസിറ്ററി വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ സപ്പോസിറ്ററി വെച്ചൊക്കെയാണ് മോശം പോകുന്നത്. യൂറിൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ട്രങ്കിന്റെ ഒരു ഇതില്ലാത്തോണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് കുറെ വർഷങ്ങളുണ്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല. എനിക്കിപ്പോ ശ്വാസം എടുത്തോ ശ്വാസം വിട്ടോ അങ്ങനത്തെ രീതി എനിക്ക് പണ്ടത്തെ രീതിയിലുള്ള അത്രയും പാടാൻ പറ്റത്തില്ല. അത് ഫസ്റ്റ് ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് പാടാൻ പറ്റുന്നില്ലടാ, ശരിക്ക് പാടാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറച്ച് അവൻ ശ്രമിക്കുന്നത്, എന്നിട്ടും ഇങ്ങനെ കിട്ടത്തില്ല. ചിലവங்க അപ്പൊ എന്നോട് പറയാം പാടാൻ പറ്റത്തില്ല. ഭയങ്കര പാടാ. അത് ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ വയറ് വീർപ്പിക്കാനും ചൊട്ടിക്കാനും ഒന്നും നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ എനിക്കത് പറ്റത്തില്ല. വയറ് വീർപ്പിക്കാനും ചൊട്ടിക്കാനും എനിക്ക് പറ്റത്തില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഫ്രോഡാന്ന് പറയുന്നവരോട് എനിക്ക് അടുത്തത് ഇതാണ്, ഇയാൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന് നടക്കാൻ പറ്റാതായ ആളല്ലേ, ഇപ്പോൾ എല്ലാം മാറിയോന്ന്. ഇതുവരെ മാറിയിട്ടില്ല. മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പറയും ഗൈസ് കേട്ടോ.